ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ തന്നെ പെട്ടതല്ല, പ്രത്യേകിച്ചും സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല എങ്കിൽ സൂറത്തുൽ ഫാത്തിഹ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ 7 ആയത്തല്ലേ. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ് അതിലൊന്ന്. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ പെട്ടതല്ല എന്നുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ 6 ആയത്തായി പോവില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അത്മാനിൽ അക്മലാനി അലാ ഖൈറിർ റസൂലിൻ റസൂല ഫീ ഖൈറിൽ ഉമ്മം. കഴിഞ്ഞ നമ്മളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മക്കയിൽ എന്തുകൊണ്ട് ഓതുന്നില്ല, നാട്ടിലെന്തുകൊണ്ട് ഓതുന്നു, നിസ്കാരത്തിൽ എന്നുള്ള ചർച്ചയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ പെട്ടതാണോ അല്ലേ എന്നുള്ളൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കമൻറ്റുകളും വന്നിരുന്നു. ഒരുപാട് പേര് അനുകൂലിച്ചും പ്രതികൂലിച്ചും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലേറ്റവും ജെനുവിനായി തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ ഒരു കമൻ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണിത്. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ തന്നെ പെട്ടതല്ല എന്നൊരു കൂട്ടം പണ്ഡിതർക്ക്, ഇമാം മാലിക് റഹിമഹുല്ലാഹി അടക്കമുള്ള പണ്ഡിതർക്ക് അഭിപ്രായമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഫാത്തിഹയിൽ നിന്ന് ഈ ബിസ്മി അങ്ങ് എടുത്ത് ഒഴിവാക്കിയാൽ ഫാത്തിഹ സൂറത്ത് 6 ആയത്തായി പോവില്ലേ? അതെങ്ങനെ ശരിയാവുക? കാരണം സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് എന്താണ്? വലഖദ് ആതൈനാക സബഅം മിനൽ മസാനി വൽ ഖുർആനിൽ അളീം. നബി അങ്ങേക്ക് എന്ത് ചെയ്തു? ആവർത്തിച്ച് ഓതുന്ന 7 ആയത്തുകളും ഖുർആനും തന്നു എന്നാണ്. അതായത് സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് ഖുർആനിൽ തന്നെ പറയുന്നത് 7 ആയത്ത് എന്നുള്ളതാണ്. ആ ആയത്തിന് മറ്റു വിശദീകരണങ്ങളും ഉണ്ട്. ഏറ്റവും പ്രബലമായി പറയാറുള്ളത് സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയാറുണ്ട് സബഅം മിനൽ മസാനി എന്ന്. അതായത് മഹാനായ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പള്ളിയിലേക്ക് വരുമ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു എന്നാണ്. പക്ഷെ അവർ നിസ്കാരത്തിലായതുകൊണ്ട് എന്ത് ചെയ്തു? അവർ റീപ്ലൈ തന്നില്ല. നേരെ മറിച്ച് എന്ത് ചെയ്തു? നിസ്കാരം പെട്ടെന്ന് തീർത്തിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തന്നെ വിളിച്ചിട്ട് നീ എന്തേ വരാഞ്ഞ്? അപ്പോൾ റസൂലുള്ളാഹി, ഞാൻ നിസ്കാരത്തിലായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വ ലിറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും, അതായത് അല്ലാഹുവും അവൻ്റെ റസൂലും വിളിക്കുമ്പോൾ അവന് ഉത്തരം ചെയ്യണം എന്ന് എനിക്ക് ആ ആയത്ത് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാവില്ല, അതായത് ഇനി റസൂലുള്ളാഹി വിളിക്കുമ്പോൾ നീ അതിനേക്കാൾ ഞാൻ റസൂലുള്ളാഹിൻ്റെ ഉത്തരം നൽകും എന്നുള്ള രീതിയിൽ അവർക്കറിയാത്തതുകൊണ്ട് സംഭവിച്ചു പോയത്. അപ്പോൾ ആ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്യട്ടെ? ഖുർആനിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള ഒരു സൂറത്ത് എനിക്ക് പറഞ്ഞു തരട്ടെ, പഠിപ്പിച്ച് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നത് സബഅം മിനൽ മസാനി, ഈ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. അപ്പം ഹദീസിലും ഖുർആനിലൊക്കെ 7 ആയത്ത് എന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നു ചില പണ്ഡിതർക്ക് എന്തുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ പെട്ടതല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ എല്ലാ മുസ്ഹഫിലും മറ്റുള്ള സൂറത്തുകൾക്കൊന്നുമില്ല, പക്ഷേ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മാത്രം, സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിഞ്ഞിട്ട് നമ്പർ 1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ള ചോദ്യം വളരെ ജെനുവിനായിട്ട് ചോദിച്ച ഒരു ചോദ്യം ആയതുകൊണ്ട് തന്നെ അതിന് ജസ്റ്റ് എനിക്കറിയാവുന്ന ഒരു റീപ്ലൈ തരാം എന്നാണ് ഉദ്ദേശിച്ചത്. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്ത് തന്നെയാണ്. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂട്ടിയാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? ഫാത്തിഹ 7 ആയത്താവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നോർമലി നമ്മളൊക്കെ ഇപ്പോൾ ഓതുന്ന മുസ്ഹഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഓതുന്ന റിവായത്ത്, നമ്മളൊക്കെ ഓതുന്ന ശൈലി എന്ന് പറയുന്നത് നമുക്കറിയാം. ഖുർആൻ 10 ശൈലി, 7 രീതിയിലും സബഅ ഖിറാഅത്ത് എന്ന് പറയും, 10 ഖിറാഅത്ത് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ വ്യത്യസ്തമായ ഖിറാഅത്തുകളുണ്ട്. അതായത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി. ഏതുപോലെ ഫാത്തിഹയിൽ തന്നെ മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുന്നവരുണ്ട്, മലിക് യൗമിദ്ദീൻ എന്ന് ഓതുന്നവരുണ്ട്. അതൊക്കെ ശരിയാണ്. അപ്പോൾ അതിൽ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹഫ്സൻ ആസിം എന്ന് പറയുന്ന ഖിറാഅത്താണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പഠിച്ച, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ അബ്ദുറഹ്മാൻ സുലമി റളിയല്ലാഹു അൻഹു പഠിച്ച, അബൂ അബ്ദുറഹ്മാൻ സുലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആസിം ബിൻ അബി നുജൂദ് റളിയല്ലാഹു അൻഹു പഠിച്ച, അവരിൽ നിന്ന് അവരുടെ ശിഷ്യനായ ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു, ഇവരിൽ കൂടി മഷഹൂറായിട്ടുള്ള ഖിറാഅത്ത്. അതായത് ഹഫ്സൻ ആസിം എന്നാണ് നമ്മളെ ഖിറാഅത്തിന് പറയുക. ഹഫ്സ് ബിനു സുലൈമാൻ എന്നവരിലെ ഖിറാഅത്താണ്. അവർക്ക് ഒരുപാട് ശിഷ്യന്മാർ അവരിൽ കൂടി വന്ന് നമ്മളിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഖിറാഅത്താണ്. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ഒരുപാട് ഖിറാഅത്തുകൾ, ഞാൻ ഖിറാഅത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടാൽ അറിയാത്തവരാണെങ്കിൽ ചെറിയൊരു ബേസിക് ഐഡിയ ഇട്ടോ. അപ്പോൾ നമ്മൾ ഓതുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ സുലമി, ആസിം, ഹഫ്സൻ ആസിം അബി അബ്ദുറഹ്മാൻ സുലമി, അലി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു റിവായത്തിലാണ് നമ്മൾ ഭൂരിപക്ഷം പേരും, നമ്മളും സൗദി അറേബ്യയിലും ഒരുവിധം നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന എല്ലാ മുസ്ഹഫിലൊക്കെ ഉണ്ടാവല് ഏതാണ്? ഈ ഹഫ്സൻ ആസിം രീതിയിലാണ് നമ്മളെ മുസ്ഹഫുകളൊക്കെ പ്രിൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ആ മുസ്ഹഫിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹഫ്സൻ ആസിം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലൊക്കെ സാധാരണയുള്ള മുസ്ഹഫ്, സൗദിയിൽ നിന്നൊക്കെ നമ്മൾ മദീനയിലെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ നിന്ന് അച്ചടിക്കുന്ന മുസ്ഹഫാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ എടുത്ത് നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് 1, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 2, അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്നത് 7ാമത്തെ ആയത്ത്. ഇതാണ് നമ്മൾ കണ്ട് പരിചയിച്ച മുസ്ഹഫുകൾ. അപ്പോൾ ഇതിൽ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എടുത്ത് ഒഴിവാക്കിയാൽ സ്വാഭാവികമായിട്ടും 6 ആവും. അത് ശരിയാണ്.
അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ 1 ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ വരെയാണ് 7. അപ്പോൾ അതിൽ ബിസ്മി അങ്ങോട്ട് പോയാൽ എങ്ങനെ 7 ആവുക എന്ന് ചോദിച്ചാൽ അവിടെ വരുന്ന ഒരു ഇത് വെച്ചാൽ ഈ മുസ്ഹഫ് കണ്ടങ്ങൾ, ഈ മുസ്ഹഫ് എന്ന് പറയുന്നത് വർഷാണ്. അതായത് റിവായത്ത് വർഷൻ നാഫി എന്ന് പറയും. നമ്മളുടേത് ഹഫ്സൻ ആസിം, ഇത് റിവായത്ത് വർഷൻ നാഫി എന്ന് പറയുന്ന മറ്റൊരു പ്രബലമായ ഖിറാഅത്ത്. ഹഫ്സൻ ആസിം കഴിഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓതുന്ന ഖിറാഅത്താണ് ഈ വർഷ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈജിപ്തിലും അതേപോലെ ചില ഈ മൊറോക്കോയിലും മറ്റുമൊക്കെ വർഷമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓതുന്ന മുസ്ഹഫ് എന്ന് പറയും. ഇത് വരുന്ന രീതി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൽ നിന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവരിൽ കൂടി വരുന്നൊരു ഖിറാഅത്താണ്. അതായത് അവരിൽ നിന്ന് ഏകദേശം 70ഓളം താബിഈങ്ങൾ പഠിച്ചു. ആ 70 താബിഈങ്ങളിൽ നിന്ന് ഇമാം നാഫി എന്ന് പറയുന്ന മദീനയിലുണ്ടായിരുന്ന ഒരു വലിയൊരു കാര്യം അവർ പഠിച്ചു. അവരിൽ നിന്ന് വർഷ് എന്ന് പറയുന്ന ഈജിപ്ഷ്യനായിട്ടുള്ള അവർ വർഷൻ നാഫി എന്നാണ് ഈ ഖിറാഅത്തിൻ്റെ പേര് പറയും. ഈ മുസ്ഹഫിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മുസ്ഹഫിൽ എന്തില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് ഒരായത്തേ അല്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റിവായത്ത് വർഷ്, അതായത് വഫഖ റിവായത്ത് വർഷൻ ഇമാം നാഫി, അതായത് സാധാരണ നമ്മളത് ഹഫ്സൻ ആസിം അല്ല, ഇത് വർഷൻ നാഫിയിൽ എഴുതിയ മുസ്ഹഫാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പം ഈ കാണുന്നതാണ് ഇവരുടെ ഫാത്തിഹ. ഫാത്തിഹ നോക്കി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1 നമ്പറാണോ? അല്ല, കണ്ടോ, ഇത് 1 നമ്പറല്ല. നേരെ മറിച്ച് ഇവരുടെ 1 നമ്പർ ഏതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ് 1ാമത്തെ നമ്പർ. അർ റഹ്മാൻ റഹീം 2ാമത്തെ നമ്പർ. 3ാമത്തെ ആയത്ത് നോക്കി, മലിക്കി യൗമിദ്ദീൻ എന്നാണ്. ഈ മുസ്ഹഫിൽ, നമ്മുടെ മുസ്ഹഫിൽ എങ്ങനെ ഉണ്ടാല് മാലിക്കി യൗമിദ്ദീൻ എന്നാണ്, ഇവരുടെ മലിക്കി യൗമിദ്ദീൻ എന്നാണ് ഇവരുടെ മുസ്ഹഫിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ 7 വെച്ചാൽ ഏറ്റവും അവസാനത്തെ 2 ആയത്ത് നോക്കി, നമ്മളെ മുസ്ഹഫിൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന ഒരായത്താണ്. പക്ഷേ ഇവരുടെ മുസ്ഹഫിൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഒരായത്തും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുന്ന 6 ആയത്തുമാണ്. അപ്പോൾ ഇവർക്ക് ബിസ്മി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? 7 ആയത്ത് തന്നെയാണ്. നമുക്ക് ബിസ്മി ഉൾക്കൊണ്ടിട്ടും 7 തന്നെയാണ്. ഇതാണ് റിവായത്ത് വർഷൻ നാഫി എന്ന് പറയുന്ന മുസ്ഹഫ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ പെട്ടതാണ്, ഫാത്തിഹയിൽ പെട്ട ഒരായത്താണ് എന്ന് പറയുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഹഫ്സ് റളിയല്ലാഹു അൻഹു, ആസിം, ഇവരൊക്കെ അഭിപ്രായ പ്രകാരം അവരുടെ മുസ്ഹഫിൽ എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1 സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുന്നത് ഒരു ആയത്താണ്. അങ്ങനെ 7 ആയത്തുകളാണ് ഫാത്തിഹക്കുള്ളത്. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ പെട്ടതല്ല എന്ന് പറയുന്നവർ എന്ത് ചെയ്യുന്നു? അവരുടെ ഫാത്തിഹ തുടങ്ങുന്നത് എവിടെയാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 1, പക്ഷേ അവസാനത്തെ ആയത്തായ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഒരായത്തും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നത് മറ്റൊരായത്തുമാണ്. അപ്പോൾ അവർക്കും 7 തന്നെയാണ്, ഇവർക്കും 7, നമുക്കും ഹഫ്സൻ ആസിമിനും 7 തന്നെയാണ്, വർഷൻ നാഫിനും 7 തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഖുനൂത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ഞാൻ ഖുനൂത്ത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഓതുന്നു, എന്തുകൊണ്ട് എന്തില്ല മക്കയിലും മദീനയിലും ഓതുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വർഷൻ നാഫി എന്ന് പറയുന്ന ഇവരുടെ, അതായത് ഈ വർഷൻ നാഫി ഞാൻ ഓതുന്ന ഖിറാഅത്ത് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഖായിട്ടുള്ള വർഷൻ എന്നവരെ ഞാൻ ഈജിപ്തിൽ, ഇവരാണ് ഈജിപ്ഷ്യനാണ്. അപ്പോൾ ഇവർ ഈജിപ്തിൽ ജനിച്ച് പിന്നെ മദീനയിൽ വന്ന് ഹിഫ്ദും കാര്യങ്ങളൊക്കെ ഖുർആനൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും ഈജിപ്തിലേക്ക് പോയിട്ട് അവിടെയാണ് വഫാത്തായത്. അപ്പോൾ അവരുടെ മക്ബറ കാണാൻ പോയിരുന്നു. പക്ഷേ ഒരു ദൗർഭാഗ്യവശാൽ അവരുടെ മക്ബറയ്ക്ക് ഈ ഒരു ഭാഗത്ത് വലിയൊരു പ്രൊജക്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മക്കാബറുകളും ഇവിടെയുള്ള ഈ കെട്ടുകളും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തു കൊടുക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും മഹാനായ ഇവിടെ ആയിരുന്നു അവരുടെ മക്ബറ ഉണ്ടായിരുന്നതെന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. അതെന്ത് ചെയ്തു, ഒക്കെ പൊളിച്ച് നീക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതിൻ്റെ ഉൾഭാഗങ്ങളായിരുന്നു, ഒരു പള്ളി പോലൊക്കെ ഉണ്ടായിരുന്നു, ഗംഭീരമായിട്ടുള്ളൊരു മക്ബറയായിരുന്നു ഇത്ര ഈ കാണുന്നത്. കണ്ടില്ലേ നിങ്ങൾക്ക്, അതിൻ്റെ പൊളിച്ചിട്ടുള്ള ഉൾഭാഗമാണ്, പള്ളിയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈജിപ്തിലെ ഒരു ശൈലി എന്ന് പറഞ്ഞപ്പോൾ ഖബർ പൊളിച്ചു അല്ലെങ്കിൽ ഖബർ നീക്കം ചെയ്തു എന്നല്ല കേട്ടോ, അതിൻ്റെ മുകളിലുള്ള എടുപ്പ്, അതായത് റൂം പോലെ തിരിച്ചതിൻ്റെ മുകളിൽ കുബ്ബയും കാര്യങ്ങളും. ഇപ്പോൾ ഖബർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഗ്യാപ്പിൻ്റെ അടിയിലാണ്, അതായത് ഖബർ അടിയിലുണ്ടാവും, അതിൻ്റെ മുകളിലുള്ള ജസ്റ്റ് ഒരു പള്ളി പോലെ അല്ലെങ്കിൽ ആൾക്കാർക്ക് വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ സൗകര്യം. ഖബർ എപ്പോഴും ഏറ്റവും അടിയിക്കാണ്ടാവുക, അതിൻ്റെ മുകളിലുള്ള ഈ കെട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എനിക്കൊരു തൗഫീഖ് കിട്ടി, മീൻസ് ഒരു സലാം പറഞ്ഞു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതിന് മുകളിലുണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സംഭവം മാത്രം കണ്ടു. ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാണ് അതൊരു ഗംഭീരമായിട്ടുള്ളൊരു മക്ബറയായിരുന്നു എന്ന് ഇവിടെയുള്ള ഈ ബാക്കിയുള്ള തെളിവുകൾ കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇതായിരുന്നു എത്ര വർഷം എന്ന് പറയുന്നവരുടെ മക്ബറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും അവരെയൊക്കെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.